ഹർത്താൽ ദിനത്തിലെ അക്രമം ഗൗരവമേറിയ വിഷയമെന്ന് ഹൈക്കോടതി. അക്രമത്തിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് കോടതി ചോദിച്ചു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട് ഹൈക്കോടതിയിൽ നിന്ന്. സാലി, വളരെ പ്രസക്തമായ നിരീക്ഷണമാണ്. ഒരുപക്ഷെ ഹർത്താലുകളും പ്രതിഷേധങ്ങളും പൊതുസമൂഹം വേറിട്ട നിലയിൽ കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിലയിരുത്തിയത്. അതിന്റെ പ്രതിഫലനമാണോ ഹൈക്കോടതിയിലും ഉണ്ടായത്? ഹർത്താൽ ദിനത്തിലെ അക്രമം ഗൗരവമേറിയ വിഷയമെന്ന് ഹൈക്കോടതി നിരീക്ഷണം ഉണ്ടായിരിക്കുന്നു. അക്രമത്തിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് കോടതി ചോദിച്ചു. ഈ കാര്യത്തിൽ അടിയന്തരമായി വിശദീകരണം നൽകുന്നതിന് വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സാലി മുഹമ്മദ് ചേരുന്നുണ്ട് ഇതിന്റെ സമഗ്രമായ വിവരങ്ങളുമായി. സാലി, ഒരുപക്ഷെ പ്രതിഷേധങ്ങളോടും ഹർത്താലുകളോടും നമ്മുടെ പൊതുസമൂഹത്തിനുണ്ടായ വളരെ പെട്ടെന്ന്, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു വേറിട്ട അഭിപ്രായം, അത് അതേപടി കോടതിയിലും ശക്തമായി പ്രതിഫലനം ഉണ്ടാവുകയായിരുന്നു. സാലി, ആനന്ദ്, തീർച്ചയായും കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിന്റെ അക്രമങ്ങളും മറ്റും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൂടി ചേർത്ത് വേണം ഈ കോടതിയുടെ പരാമർശങ്ങൾ കാണാൻ. ഹർത്താൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു ഹർജിയാണ് കോടതിയുടെ മുമ്പിലെത്തിയത്. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് ബിജു രമേശാണ് കോടതിയെ സമീപിച്ചിരുന്നത്. ആ ഹർജിയിൽ സംഘപരിവാർ കഴിഞ്ഞ ദിവസം നടത്തിയ ഹർത്താലുകളുടെ വിവരങ്ങളും അതിലെ അക്രമങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് പരിഗണിച്ചുകൊണ്ടാണ് കോടതി ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ പറഞ്ഞത്. കടുത്ത പരാമർശങ്ങൾ തന്നെ ഈ ഹർത്താൽ അക്രമങ്ങൾക്കെതിരെ നടത്തി. ഹർത്താൽ ദിനത്തിലെ അക്രമങ്ങൾ ഗൗരവമേറിയ വിഷയം എന്നാണ് കോടതി പറഞ്ഞത്. അക്രമത്തിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് അറിയിക്കാനും കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. അപ്പോൾ കോടതിയിൽ ചില കാര്യങ്ങൾ സർക്കാർ ബോധിപ്പിക്കേണ്ടതുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത്, ഈ വരും ദിവസങ്ങളിൽ നടക്കുന്ന പണിമുടക്ക് ദിവസം അതിനെതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്നാണ് സർക്കാർ പ്രധാനമായും പറയേണ്ടത്. അത് ഓപ്പൺ കോടതിയിൽ വന്നപ്പോൾ തന്നെ സർക്കാർ അഭിഭാഷകൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കടകൾ തുറന്നാൽ സംരക്ഷണം നൽകാൻ തയ്യാറാണ് എന്ന് സർക്കാർ കോടതി അറിയിച്ചു. മാത്രമല്ല, ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് സർക്കാർ അഭിഭാഷകൻ ഓപ്പൺ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ച് സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് ഇന്ന് 1:45 കോടതി ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ സമർപ്പിക്കുകയും ചെയ്യും. ഹർത്താലിനെതിരെ കടുത്ത പരാമർശങ്ങളാണ് കോടതി നടത്തിയിരിക്കുന്നത്. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, എന്നാൽ അത് മറ്റുള്ളവർ കൂടി ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കണം എന്ന് നിർബന്ധിക്കാനാവില്ല. അത് നിയമവിരുദ്ധമാണ് എന്നാണ് കോടതി വാക്കാൽ പറഞ്ഞത്. വെറും തമാശ പോലെയാണ് സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുന്നത് എന്ന് കോടതി പരാമർശിച്ചു. ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മുൻകൂട്ടി നോട്ടീസ് നൽകേണ്ടതല്ലേ എന്ന് കോടതി ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ 7 ദിവസം മുമ്പെങ്കിലും നോട്ടീസ് നൽകണമെന്ന തരത്തിൽ നിയമം ഭേദഗതി ചെയ്യണം എന്നൊരു നിർദ്ദേശം ഓപ്പൺ കോടതിയിൽ കോടതി പറയുകയും ചെയ്തു. ഈ ഹർജിയിൽ ഒരു പരാമർശം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 97 ഹർത്താലാണ് നടത്തിയത് എന്നുള്ളത്. ഒരു വർഷം 97 ഹർത്താൽ നടന്നു എന്നത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമുള്ള കാര്യമാണല്ലോ എന്നാണ് ഈ പരാമർശത്തെ കുറിച്ച് കോടതി പറഞ്ഞത്. ചുരുക്കത്തിൽ, പൊതുവിൽ ഹർത്താലിനെതിരെയും കഴിഞ്ഞ ദിവസം ഹർത്താൽ ദിനത്തിൽ നടന്ന അക്രമങ്ങൾക്കെതിരെയും അതിനിശ്ചിതമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഹർജി വീണ്ടും കോടതി പരിഗണിക്കും. അപ്പോൾ ഇത്തരം ഹർത്താലുകൾക്കെതിരെ എന്ത് നടപടി സർക്കാരിന് സ്വീകരിക്കാൻ കഴിയും എന്ന് വിശദീകരിക്കാൻ സർക്കാർ അഭിഭാഷകനോട് പറഞ്ഞത്. അത് ഉച്ചയ്ക്ക് ശേഷം പറയാം എന്ന് പറഞ്ഞ് സർക്കാർ അഭിഭാഷകൻ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 1:45 ശേഷം കോടതി ഇത് വീണ്ടും പരിഗണിക്കുമ്പോൾ വരും നാളുകളിൽ നടക്കുന്ന ഹർത്താലുകളെ എങ്ങനെ നേരിടാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് സംബന്ധിച്ച് വിവരങ്ങൾ കോടതിയെ സർക്കാർ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യും. വ്യക്തമാണ്. സാലി മുഹമ്മദാണ് ഹൈക്കോടതിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഹർത്താൽ ദിനത്തിലെ അക്രമം ഗൗരവമേറിയ വിഷയമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അക്രമത്തിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നും കോടതി ചോദിച്ചു. ഇക്കാര്യത്തിൽ അടിയന്തരമായി സർക്കാരിനോട് വിശദീകരണവും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പേരാമ്പ്ര പള്ളിക്ക് നേരെ ഉണ്ടായ കല്ലേറ് നടക്കാൻ പാടില്ലാത്തതെന്ന് മന്ത്രി EP ജയരാജൻ. RSS ആണ് ഇതിന് പിന്നിൽ. FIR-ൽ ചിലർ എഴുതി ചേർത്തു. ഇത് ആലോചനയുടെ ഭാഗം. സർക്കാർ സംഭവത്തെക്കുറിച്ച് കൃത്യമായി പരിശോധിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. പേരാമ്പ്ര പള്ളി ഒരു കാരണവശാലും ആക്രമിക്കപ്പെടാൻ പാടില്ല. അതിൽ ഗവൺമെൻറ് അതിന് ചില ശക്തമായ നടപടി സ്വീകരിക്കും. അവിടെ RSSകാരാണ് പള്ളിക്ക് നേരെ എറിഞ്ഞത്. അത് ശരിയായി നിരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ബോധപൂർവം തന്നെ അവിടെ തെറ്റായിട്ട് സംഗതികളെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമം നടന്നിട്ടുണ്ട്. ഗവൺമെൻറ് ഗൗരവത്തിൽ അത് പരിശോധിക്കും. 48 മണിക്കൂർ പണിമുടക്ക് ശബരിമലയിലെ KSRTCയുടെ സർവീസുകളെ ബാധിക്കില്ലെന്ന് CMD ടോമിൻ ജെ തച്ചങ്കരി. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസും ഡിപ്പോകളിൽ നിന്നുള്ള സർവീസുകളും നടത്തും. ഹർത്താൽ, പണിമുടക്ക് എന്നിവയിൽ നിന്ന് ഒഴിവാക്കണമെന്നും തച്ചങ്കരി ആവശ്യപ്പെട്ടു.
രാത്രിയോടെ ആരംഭിക്കുന്ന 48 മണിക്കൂർ പണിമുടക്കിൽ അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് KSRTC മാനേജ്മെന്റ് സ്വീകരിക്കുന്നത്. ശബരിമലയിലെ KSRTCയുടെ സർവീസുകളെ പണിമുടക്ക് ബാധിക്കില്ലെന്ന് CMD ടോമിൻ ജെ തച്ചങ്കരി വ്യക്തമാക്കി. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ് ഒരു ഭംഗവും കൂടാതെ ഇതുവരെ ഓടുന്നുണ്ട്. നാളെയും മറ്റന്നാൾ ഓടുകയും ചെയ്യും. കൂടാതെ കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തുള്ള ഡിപ്പോകളിൽ നിന്നും KSRTC പമ്പയിലേക്ക് ഓടിക്കുന്ന ദീർഘദൂര ശബരി സ്പെഷ്യൽ സർവീസുകളെല്ലാം ഒരു മുടക്കം കൂടാതെ തന്നെ നാളെയും മറ്റന്നാളും നടക്കും. ജീവനക്കാരുടെ ലഭ്യത അനുസരിച്ച് മറ്റു സർവീസുകൾ നടത്താൻ ശ്രമിക്കും. ഹർത്താൽ, പണിമുടക്ക് എന്നിവയിൽ നിന്നും KSRTCയെ ഒഴിവാക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തൊഴിലാളി യൂണിയനുകൾക്ക് കത്തയക്കുമെന്നും തച്ചങ്കരി പറഞ്ഞു. ഇരുളിന്റെ മറവിൽ KSRTCയെ ആക്രമിക്കുന്നവരെയും തച്ചങ്കരി വെല്ലുവിളിച്ചു. രാത്രിയിൽ രഹസ്യമായിട്ടും മറഞ്ഞിരുന്നു എറിയുന്നത്. ഞാനും ചോദിക്കട്ടെ, ഞാൻ എൻ്റെ ബസ്സുകളുമായിട്ട് ഇവർ പറയുന്നിടത്ത് വന്നിരിക്കാം. അവർക്ക് ഞങ്ങൾക്കെതിരായി ഞങ്ങളെ എറിയാൻ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ എല്ലാവരും കാണുകെ അവർ ഈ പൊതുമുതൽ നശിപ്പിക്കാൻ തയ്യാറാവും. പോലീസിന് കേരളത്തിലെ മുഴുവൻ KSRTC ബസ്സുകൾക്കും സംരക്ഷണം നൽകാൻ സാധിക്കില്ല. ജനങ്ങൾ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിന് മുന്നോട്ട് വരണമെന്നും തച്ചങ്കരി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എംപാനൽഡ് ജീവനക്കാരെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച കേസിൽ ഹൈക്കോടതി KSRTCയുടെ വിശദീകരണം തേടി. PSCയുടെ നിയമന ശുപാർശ ലഭിച്ച എത്ര പേർ ജോലിക്ക് കയറി, എത്ര പേർ കൂടുതൽ സമയം ചോദിച്ചു, ഇനി എത്ര ഒഴിവ് നിലവിലുണ്ട്, ഒഴിവുള്ള തസ്തിക നികത്താൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നീ വിവരങ്ങൾ ഒരാഴ്ചയ്ക്കകം അറിയിക്കണമെന്നും KSRTCയോട് കോടതി നിർദ്ദേശിച്ചു. കേസ് അടുത്ത ചൊവ്വാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. തൊഴിലില്ലായ്മയും തൊഴിൽ നഷ്ടവും ഉണ്ടാക്കിയ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ദ്വിദിന പണിമുടക്കിന് പിന്തുണയുമായി തൊഴിലാളികൾ രംഗത്തെത്തി. ബാങ്കിംഗ്, പോസ്റ്റൽ, റെയിൽവേ തുടങ്ങി സമസ്ത മേഖലകളിലും പണിമുടക്ക് പ്രതിഫലിക്കും. രാജ്യതലസ്ഥാനത്തടക്കം ടാക്സികളും പൊതുവാഹനങ്ങളും പണിമുടക്കുമെന്ന് ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ അഖിലേന്ത്യാ ഏകോപന സമിതി പ്രഖ്യാപിച്ചു. പണിമുടക്കിന് പിന്തുണയുമായി വടക്കുകിഴക്കൻ മേഖലയിൽ നിന്ന് നിരവധി സംഘടനകളാണ് രംഗത്തെത്തിയത്. ആൾ ഇന്ത്യ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ നാഗാലാൻഡ് ഘടകം പിന്തുണ പ്രഖ്യാപിച്ചു. സംയുക്ത സംഘടനയായ അസം മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ തുടങ്ങിയ സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. റെയിൽവേ, ഊർജം തുടങ്ങിയ സംഘടിത മേഖലയ്ക്കൊപ്പം തെരുവ് കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികളും പണിമുടക്കും. കഴിഞ്ഞ വർഷം മാത്രം 1.1 കോടി പേർക്ക് തൊഴിൽ നഷ്ടമായെന്നാണ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ എക്കോണമിയുടെ റിപ്പോർട്ട്. ഇതിനിടെയാണ് തൊഴിൽ അസ്ഥിരപ്പെടുത്തുന്ന കരാർ കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. തൊഴിൽ മേഖലയിലെ പ്രതിസന്ധിയെ മറികടക്കാൻ രൂപപ്പെടുന്ന ഐക്യത്തെ വർഗീയ ഭിന്നതകളിലൂടെ മറികടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ കുറ്റപ്പെടുത്തി. വർഷം തോറും 2 കോടി തൊഴിൽ ഉറപ്പാക്കാൻ വിഭാവനം ചെയ്ത പദ്ധതികൾ എന്നിവ എങ്ങും എത്തിയിട്ടില്ല. സുപ്രധാന തൊഴിൽ മേഖലകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കവും ശക്തമാണെന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് വിവിധ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് കേരളത്തെയും ബാധിക്കും. 12 ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് 10ഓളം തൊഴിലാളി സംഘടനകളാണ്. അധ്യാപകരും ജീവനക്കാരും മോട്ടോർ തൊഴിലാളികളും ഫാക്ടറി ജീവനക്കാരും കേരളത്തിലെ പണിമുടക്കിൽ പങ്കാളികളാകും. രാജ്യത്തെ മുഴുവൻ ജീവനക്കാരുടെയും മിനിമം കൂലി 18,000 രൂപയാക്കുക, റെയിൽവേ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക, പ്രതിരോധ മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കാതിരിക്കുക, തൊഴിലെടുക്കുന്നവർക്ക് മിനിമം 3,000 രൂപ പെൻഷൻ നൽകുക എന്നീ 12 ആവശ്യങ്ങൾ മുൻനിർത്തി രാജ്യത്തെ തൊഴിലാളികൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ചരിത്ര സംഭവമാകുമെന്നാണ് ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ ആത്മവിശ്വാസം. ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കുന്ന പണിമുടക്കിന് CITU, INTUC, AITUC, HMS, UTUC എന്നിവരോടൊപ്പം മുസ്ലിം ലീഗിന്റെ തൊഴിലാളി സംഘടനയായ STUവും പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രമുഖ ട്രേഡ് യൂണിയനായ BMS പണിമുടക്കുന്നില്ല. ബാങ്കിംഗ്, പ്രതിരോധം, ഇൻഷുറൻസ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ ജീവനക്കാർ, അധ്യാപകർ എന്നിവരോടൊപ്പം റോഡ് ട്രാൻസ്പോർട്ട് മേഖലയിലെ ജീവനക്കാരും അസംഘടിത തൊഴിലാളികളും പങ്കാളികളാകുന്നതോടെ കേരളം 2 ദിവസം സ്തംഭിക്കും. നിർബന്ധിച്ചാരെയും പണിമുടക്കിൽ പങ്കാളികളാക്കില്ലെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പണിമുടക്കാണ്, ഹർത്താലല്ല. വാഹനങ്ങൾ ഓടാൻ ആരും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ കരുതുന്നത്. ഇനി ഏതെങ്കിലും ഒരാൾക്ക് ഓടിച്ച് വെക്കുമെന്ന് നിർബന്ധമാണ് അതിന് ബലം പ്രയോഗിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടതുപോലുള്ള ഒരു ദൃശ്യം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ പോവില്ല. സ്വകാര്യ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ സ്വന്തം വാഹനം അയാൾ ഓടിച്ചു പോകുന്നു, ആര് തടയാൻ പോകുന്നു? അയാളുടെ സ്വാതന്ത്ര്യം. ഹോട്ടലുകളെ പണിമുടക്കൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഹോട്ടൽ തൊഴിലാളി യൂണിയൻ ഉണ്ട് ഞങ്ങൾക്ക്, അവർ പണിമുടക്കും. ഉദാഹരണത്തിന് KTDC എംപ്ലോയീസ് യൂണിയൻ പണിമുടക്കും. അപ്പം മസ്കറ്റ് ഹോട്ടലിൽ പ്രവർത്തിച്ചില്ല എന്ന് വരും. അവിടെ ടൂറിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിന് ശമ്പളമില്ലാതെ അവരെ സഹായിക്കും. അതാണ് പണിമുടക്ക് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ്.
പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന തടയുക, ഏത് തൊഴിലാളികളെയും തൊഴിലുടമയ്ക്ക് തോന്നുംപടി പിരിച്ചുവിടാനുള്ള അവകാശം നൽകുന്ന കാടൻ തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട്. തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പണിമുടക്കിൽ GSTയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന വ്യാപാരികളും പങ്കെടുക്കുമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ പ്രതീക്ഷ. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് ടൂറിസം മേഖലയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 12 മണിവരെയും ലോക്സഭ 12 മണിവരെ പിരിഞ്ഞു. റഫേൽ ഇടപാടിൽ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ സഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഇരുസഭകളിലും കോൺഗ്രസിന്റെ പ്രതിഷേധം. കോൺഗ്രസ് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരുന്നു. 1 ലക്ഷം കോടി രൂപയുടെ സർക്കാർ ഓർഡർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് നൽകി എന്നായിരുന്നു നിർമ്മല സീതാരാമന്റെ പ്രസ്താവന. അതേസമയം രാജ്യസഭയുടെ പരിഗണനയ്ക്കായി മുത്തലാഖ് ബിൽ ഇന്നും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഭരണഘടനാ ചുമതല നിർവഹിക്കുന്ന സർക്കാരിനെ ഭീഷണിപ്പെടുത്തുകയും മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ആക്രമിക്കുകയും ചെയ്യുന്നത് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് സമ്പത്ത് MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. നാളെ നടക്കുന്ന ട്രേഡ് യൂണിയനുകളുടെ അഖിലേന്ത്യാ പണിമുടക്കിലെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിനോയ് വിശ്വം MPയും രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. സംഘപരിവാർ അക്രമത്തെ കൂസാതെ കർത്തവ്യനിരതയായ ക്യാമറ വിമൺ ഷാജിലയ്ക്ക് കൈരളിയുടെ ആദരം. ഷാജില കൈരളിയുടെ അഭിമാനമെന്ന് ചെയർമാൻ മമ്മൂട്ടി പറഞ്ഞു. പ്രശംസനീയമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ അഭിപ്രായപ്പെട്ടു. ലെസ്ലി ജോൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ലെസ്ലി, എന്താണ്, എപ്പോഴാണ് ഈ അനുമോദന ചടങ്ങ് നടന്നത്? ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ്? രാവിലെ കൈരളി ടവറിലായിരുന്നു സംഘപരിവാർ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചിട്ടും തന്റെ കർത്തവ്യവീരം കൈവിടാതെ ക്യാമറ കണ്ണുകളിൽ ജാഗ്രത പുലർത്തിയ കൈരളി TV ക്യാമറ വുമൺ ഷാജില അലി ഫാത്തിമയ്ക്ക് കൈരളി USA വിവേസ് ഫോറം പുരസ്കാരം കൈമാറിയത്. ആരോഗ്യ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജയാണ് പുരസ്കാരം കൈമാറിയത്. തിരക്കുകൾ കാരണം ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന മലയാളം കമ്മ്യൂണിക്കേഷൻ ചെയർമാൻ മമ്മൂട്ടി സദസ്സിന് തന്റെ ശബ്ദ സന്ദേശം നൽകി. എല്ലാവർക്കും ഒപ്പം പെൺകുട്ടികൾക്ക് കഴിവ് തെളിയിക്കാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമാണ് ഷാജില എന്ന് പുരസ്കാരം കൈമാറിയ മന്ത്രി KK ശൈലജ പറഞ്ഞു. വാർത്തയ്ക്ക് പിന്നിലെ സന്ദേശം സത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൈരളി TVയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള കർത്തവ്യത്തിന് മുൻതൂക്കം നൽകി ചുമതല നിർവഹിക്കാൻ ഷാജിലയ്ക്കായെന്ന് ചടങ്ങിൽ ആശംസ അർപ്പിച്ച കൈരളി TV ഡയറക്ടർ വിജയരാഘവൻ പറയുകയുണ്ടായി. ഇന്ത്യൻ മാധ്യമ രംഗങ്ങൾക്ക് ധൈര്യസമേതം വാർത്തയെ സമീപിക്കുന്ന വ്യക്തികളിൽ ഒരാളായി ഷാജില മാറിയിരിക്കുന്നതിൽ കൈരളി TVയും അഭിമാനിക്കുന്നു എന്ന് ചടങ്ങിൽ പങ്കെടുത്ത കൈരളി TV MD ജോൺ ബ്രിട്ടാസ് പിന്നീട് ഷാജിലയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഷാജില നന്ദി അറിയിക്കുകയും ചെയ്തു. കൈരളി TV USA വിവേസ് ഫോറത്തിന്റെ അംഗമായ ജോസ് കാടാപ്പുറവും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ധൈര്യമുള്ള പെൺകുട്ടികൾക്ക് ഈ ലോകത്തിൽ എന്തും സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഷാജില എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ അവാർഡ് തുക സമ്മാനിച്ചതിൽ CNN മാധ്യമ പ്രവർത്തകയും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും പ്രൗഢമായ ഒരു സദസ്സിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. തീർച്ചയായും ലെസ്ലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. സംഘപരിവാർ അക്രമത്തെ കൂസാതെ കർത്തവ്യനിരതയായ ക്യാമറ വിമൺ ഷാജിലയ്ക്ക് കൈരളിയുടെ ആദരം ഇന്ന് രാവിലെ കൈരളി ടവേഴ്സ് ഓഫീസിൽ നടന്നിരുന്നു. ഒരിടവേള. ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. ശബരിമലയിലെ യുവതീ പ്രവേശത്തെ തുടർന്ന് സംസ്ഥാനത്ത് BJP RSS നേതൃത്വം നൽകിയ അക്രമങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. മകരവിളക്കിന് കർശന സുരക്ഷ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച വിഷയവും ചർച്ച ചെയ്യും എന്നാണ് സൂചന. ശബരിമല വിഷയത്തിന് പുറമെ ഓർഡിനൻസുകളുടെ കാലാവധി നീട്ടുന്നതും മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തും. ഈ മാസം 25-ന് നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ചേരുന്നതിന് മുന്നോടിയായിട്ടാണ് ഓർഡിനൻസുകൾ പുനർവിജ്ഞാപനം ചെയ്യുന്നത്. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് രാജ്യാന്തര ധനസഹായ സാധ്യതകൾ പരിശോധിച്ച് നടത്തുന്ന ദ്വിദിന ഇന്റർനാഷണൽ വർക്ക്ഷോപ്പിന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ തുടക്കം. ന്യൂട്ടൺ ബാബ ഫണ്ട്, TKM എഞ്ചിനീയറിംഗ് കോളേജ്, റോയൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ് എന്നിവർ സംയുക്തമായാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് ബ്രിട്ടനുമായി കൈകോർത്ത് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാമെന്നുള്ള പരിശോധനയാണ് 2 ദിവസം നീണ്ടുനിൽക്കുന്ന രാജ്യാന്തര വർക്ക്ഷോപ്പ് ചർച്ച ചെയ്യുന്നത്. TKM എഞ്ചിനീയറിംഗ് കോളേജ്, റോയൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ്, ന്യൂട്ടൺ ബാബ ഫണ്ട് എന്നിവർ സംയുക്തമായാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. ആദ്യ ദിനത്തിൽ പ്രളയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പഠനങ്ങൾ ചർച്ച ചെയ്തു.
പ്രളയത്തിന് ശേഷം കേരളം നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെ നേരിടാം എന്നതും ചർച്ചാ വിഷയമായി. ബ്രിട്ടീഷ് സർക്കാരിന്റെ രാജ്യാന്തര വികസന ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഏജൻസികളെ ആകർഷിച്ച് പ്രളയാനന്തര പുനർനിർമ്മാണ പദ്ധതികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനുള്ള സാധ്യതയും പരിശോധിക്കുമെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിന്റെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ PA മുഹമ്മദ് ബഷീർ പറഞ്ഞു. വി ആർ ഹോപ്പിംഗ് ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ നിന്നും വീണ്ടും ഫണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫണ്ട് ഉണ്ട്. പിന്നെ വേറൊരെണ്ണമുള്ളത് GCRF എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്ലോബൽ ചലഞ്ചസ് റിസർച്ച് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഫണ്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഫണ്ടുകൾ വിനിയോഗിക്കാനായിട്ട് പറ്റേണ്ടതാണ്. ന്യൂട്ടൺ ഭാഭ ഫണ്ട് ഉപയോഗിച്ച് 32-ലധികം പദ്ധതികൾ ഇതിനോടകം രാജ്യത്ത് നടപ്പിൽ വരുത്തുന്നുമുണ്ട്. ഏതു മേഖലയിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം സമാഹരിച്ച് പുനർനിർമ്മാണ പ്രവർത്തനം ലക്ഷ്യപ്രാപ്തിയിലെത്താമെന്നും വർക്ക്ഷോപ്പ് സർക്കാരിനെ അറിയിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് കരുത്തു പകരാൻ മലേഷ്യയിൽ നിന്നുള്ള തീർത്ഥാടക സംഘം 36-അംഗ തീർത്ഥാടക സംഘമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച തുകയുമായി സന്നിധാനത്തെത്തിയത്. പുനർനിർമ്മാണത്തിന് കരുത്തു പകരുവാൻ കൂടിയാണ് മലേഷ്യയിൽ നിന്നുള്ള തീർത്ഥാടക സംഘം സന്നിധാനത്തെത്തിയത്. ഗുരുസ്വാമി ശേഖരന്റെ നേതൃത്വത്തിലുള്ള 36-അംഗ സംഘം ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച 70,000 രൂപ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് N. വിജയകുമാറിന് കൈമാറി. 36 വർഷമായി മുടങ്ങാതെ ശബരിമലയിൽ എത്തുന്നവരാണ് ഈ സംഘത്തിലെ പലരും. പമ്പയിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം വൻ നാശം വിതച്ചത് വാർത്തകളിലൂടെ ഇവർ അറിഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറാൻ തീരുമാനിച്ചത്. Flood struck Pamba. We already started collecting. The moment the flood, when we heard that the Pamba is been destroyed and all that, and Kerala badly damaged, it's not immediate fund I'm giving now. We already start collecting. So we wanted to channel to the state government. And we managed to send once, but the fund, I don't know, because of the account number or what, it was rejected. So we made our point this time when we come to Sabarimala. So we wanted to hand over to the right authority. And this much of fund we have collected. And as what we have promised inside, we will be doing more. സംഘത്തിൽ 5 സ്ത്രീകളുമുണ്ട്. സാമി അയ്യപ്പൻ റോഡിലൂടെ ഡോളി വഴി വന്ന ഇവരെ തടയാനും ഒരു സംഘം ശ്രമം നടത്തി. ഡോളി തൊഴിലാളികളാണ് ഇവർക്ക് രക്ഷകരായത്. ദുഃഖകരമായ ഈ സംഭവം മനോവേദനയ്ക്ക് ഇടയാക്കിയതായി ഈ മാളികപ്പുറങ്ങൾ വ്യക്തമാക്കി. வேதனைன்னு சொன்னாக்கா நாங்கள்லாம் மலேசியாவிலேருந்து அம்மா சாமிங்கெல்லாம் வந்திருக்கோம். 3 வருடம் வந்திருக்கோம். இவ்வளோ காலம் நாங்கள் வந்ததில் இந்த வருடம் எங்களுக்கு ரொம்ப மன கஷ்டமாயிடுச்சு. காரணம் என்னன்னா எங்களை ரொம்ப ஐடியை எடுத்து சந்தேகத்தில் எங்களை கேட்டுக்கிட்டு இருந்தாங்க. அதனால் நாங்கள் இந்த வருடம் கொஞ்சம் மன வேதனையில் தான் வந்திருக்கோம். ദുരിതാശ്വാസ നിധിയിലേക്ക് ഇനിയും സഹായം വാഗ്ദാനം ചെയ്താണ് സംഘം മലയിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. വിളവെടുപ്പ് സമയത്തുണ്ടായ വിലയിടിവും ഉൽപാദനത്തിലെ കുറവും വയനാട്ടിലെ കാപ്പി കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ആഴ്ചകൾക്ക് മുൻപ് കിലോയ്ക്ക് 78 രൂപയുണ്ടായിരുന്ന കാപ്പിക്ക് ഇപ്പോൾ വില 68 രൂപയായി കുറഞ്ഞു. കാപ്പിപ്പരിപ്പിന് കിലോയ്ക്ക് 20 രൂപയുടെ കുറവാണ് വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായുള്ള മഴയും പ്രളയവുമെല്ലാം അതിജീവിച്ച ജില്ലയിലെ കർഷകർക്ക് കാപ്പി വിലയിലുണ്ടായ ഇടിവ് മറ്റൊരു പ്രതിസന്ധിയാവുകയാണ്. വിളവെടുപ്പ് സമയത്തുണ്ടായ വിലയിടിവാണ് പ്രതിസന്ധിക്ക് കാരണം. 1.5 മാസം മുൻപ് ഒരു ചാക്ക് കാപ്പിക്ക് 4,320 രൂപയായിരുന്നു വില. എന്നാൽ ഇപ്പോഴിത് 3,600 രൂപയായി കുറഞ്ഞു. ഇതിനു പുറമെ കാപ്പിപ്പരിപ്പിന് കിലോയ്ക്ക് 140 രൂപയുണ്ടായിരുന്നത് 118 രൂപയായും കുറഞ്ഞു. അടിയന്തരമായിട്ട് കഴിഞ്ഞ മാസം 78 രൂപ ഒരു കിലോഗ്രാമിന് വിലയുണ്ടായിരുന്ന കാപ്പി ഇപ്പോൾ ഈ മാസം 67-68 കുറഞ്ഞു. അപ്പോൾ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം നരകയാതന അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാട് കാണാൻ എത്രയും വേഗം കോഫി ബോർഡ് അടിയന്തരമായിട്ട് കർഷകന് സബ്സിഡി അനുവദിക്കണമെന്നാണ് കർഷകനായി എനിക്ക് പറയാം. ഇതിനു പുറമെ വിളവെടുപ്പ് സമയത്തെ അതിശക്തമായ മഴ വിളവിനെ സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉൽപാദനക്കുറവും വിലയിടിവും കാരണം പ്രതിസന്ധിയിലായ കാപ്പി കർഷകരെ സഹായിക്കാൻ സർക്കാർ തലത്തിൽ നടപടികൾ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്തെ കാപ്പിയുടെ ഉൽപാദനം 3,16,000 ടണ്ണാണ്. ഇത്തവണ ഉൽപാദനത്തിൽ വലിയ ഇടിവുണ്ടാവുമെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. ഒരിടവേള.
NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കേസ് നടത്തി പരാജയപ്പെട്ടവർ സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങളെ ഇളക്കിവിട്ടതിൽ സുകുമാരൻ നായർക്ക് പങ്കില്ലെന്ന് പറയാനാകുമോ എന്ന് കാനം ചോദിച്ചു. ഹർത്താലിൽ നടന്ന അക്രമങ്ങളെ സുകുമാരൻ നായർ എന്തുകൊണ്ട് അപലപിച്ചില്ല എന്നും സമദൂരം എന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ NSSന് ആകുമോ എന്നും അദ്ദേഹം തുറന്നടിച്ചു. ഹർത്താൽ അക്രമം തെറ്റ് എന്ന് പറയാനുള്ള ആർജവം സുകുമാരൻ നായർ കാണിക്കണം ആയിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. 12 വർഷക്കാലം കേസ് നടത്തി പരാജയപ്പെട്ട ആളുകൾ ആ കേസിന്റെ പരാജയം അത് വിജയമാക്കി മാറ്റാൻ നിയമപരമായ വഴികൾ സ്വീകരിക്കുന്നതിന് പകരം സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരെ ജനങ്ങളെ അഴിച്ചുവിട്ട് വികാരപരമായ പ്രശ്നത്തെ ഈ തലത്തിലേക്ക് എത്തിക്കുന്നതിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു പങ്കില്ല എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ ശ്രീ സുകുമാരൻ നായർക്ക് പറ്റുമോ? അദ്ദേഹം പറഞ്ഞു ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ. നിങ്ങൾക്കെല്ലാം അറിയാം, ഈ കഴിഞ്ഞ 3 ദിവസക്കാലം ഈ കേരളത്തിൽ നടമാടിയ അക്രമ പ്രവർത്തനങ്ങൾ എന്റെ ബഹുമാന്യ സഹോദരൻ ജ്യേഷ്ഠൻ ശ്രീ സുകുമാരൻ നായർ ഒരു വാചകം ആ അക്രമങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കെല്ലാം വളരെ സന്തോഷമുണ്ടാകുമായിരുന്നു. അദ്ദേഹം ആരാണ് അക്രമം നടത്തിയതെന്നോ എന്താണ് നടക്കുന്നതെന്നോ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്ന് പറഞ്ഞൊഴിയാനാണ് താല്പര്യം കാണിച്ചിരിക്കുന്നത്. രക്തസാക്ഷി അഭിമന്യുവിന്റെ കുടുംബത്തിന് ഒറ്റമുറി വീട്ടിൽ നിന്ന് വൈകാതെ മോചനമാകും. ഈ കുടുംബത്തിനായി CPIM വട്ടവടയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം 14-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. അഭിമന്യുവിന്റെ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഒറ്റമുറി വീടിന് പകരം നല്ലൊരു വീട് പണിയണമെന്ന്. രക്ഷിതാക്കളായ മനോഹരൻ, ഭൂപതി, സഹോദരങ്ങളായ പരിജിത്ത്, കൗസല്യ എന്നിവർക്കൊപ്പം നല്ല നിലയിൽ ജീവിക്കണമെന്ന അവന്റെ ആഗ്രഹങ്ങൾ പക്ഷേ പൂവണിഞ്ഞില്ല. അതിനു മുമ്പേ മഹാരാജാസ് കോളേജ് വെച്ച് SDPI പ്രവർത്തകർ അവനെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. SFI നേതാവായിരുന്ന അഭിമന്യുവിനെ ജൂലൈ 2-നാണ് കൊല ചെയ്തത്. അവൻ ബാക്കി വെച്ചുപോയ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം പിന്നീട് CPIM ഏറ്റെടുക്കുകയായിരുന്നു. സഹോദരന് ജോലി നൽകിയതിനൊപ്പം സഹോദരിയുടെ വിവാഹം നടത്തിക്കൊടുത്തതും പാർട്ടി തന്നെ. ഇതിന്റെ തുടർച്ചയായാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. വട്ടവട കൊട്ടക്കമ്പൂർ റോഡിൽ CPIM വില കൊടുത്തു വാങ്ങിയ സ്ഥലത്താണ് 1256 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത്. ജൂലൈ 23-ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് വീടിന് തറക്കല്ലിട്ടത്. വീട് യാഥാർത്ഥ്യമാകുമ്പോഴും വേർപാടിന്റെ വേദനയിലാണ് അഭിമന്യുവിന്റെ അമ്മ. അവനില്ലാതെ നിങ്ങൾക്ക് ഭയങ്കര, അച്ഛനക്കും അമ്മക്ക് ഭയങ്കര സങ്കടം. ബാക്കി വീട് വെച്ച് കൊടുത്തു, നിങ്ങൾക്ക് ரொம்ப സന്തോഷം. വീടിന്റെ താക്കോൽദാനം 14-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പാർട്ടി സ്വരൂപിച്ച സഹായനിധിയും ചടങ്ങിൽ മുഖ്യമന്ത്രി കൈമാറും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഹൈറേഞ്ചിന്റെ കുളിര് തേടി സഞ്ചാരികളുടെ ഒഴുക്ക്. 2 പതിറ്റാണ്ടിനിടെ ഏറ്റവും ഉയർന്ന തണുപ്പാണ് തെക്കൻ കശ്മീർ എന്ന് വിശേഷിപ്പിക്കുന്ന മൂന്നാറിൽ അനുഭവപ്പെടുന്നത്. കോടമഞ്ഞ് പെയ്തുകൊണ്ടേയിരിക്കുന്നു. അനുദിനം തണുപ്പിന്റെ കാഠിന്യവും വർദ്ധിക്കുകയാണ്. രാത്രി സമയങ്ങളിൽ താപനില -3 ഡിഗ്രിയിലെത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചയോളമായി. മുൻവർഷങ്ങളിലും താപനില -3-ൽ എത്താറുണ്ടെങ്കിലും ഇത്ര നീണ്ടു നിൽക്കാറില്ല. അതിനാലാണ് 20 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന തണുപ്പിലേക്ക് മൂന്നാർ എത്തിയത്. പകൽ സമയങ്ങളിൽ 15 മുതൽ 20 ഡിഗ്രി വരെ മാത്രമാണ് താപനില. തണുപ്പ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ മഞ്ഞ് കാണാൻ വരുന്നതും. കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നല്ല തണുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. പ്രഭാതമാണ് ഏറ്റവും സൂപ്പർ. നല്ല അടിപൊളി പ്രഭാതമാണ്. കൈകാലുകളെല്ലാം വിറച്ച് നല്ല ഒരു കോടമഞ്ഞിന്റെ ഒരു പ്രതീതി ഉളവാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ബാക്കിൽ നല്ല കോടമഞ്ഞ് ബാക്കിൽ നല്ല പതുക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു, -6. ശരിക്കും നമ്മുടെ കൈ പിടിച്ചു കഴിഞ്ഞ് കയ്യിലേക്ക് ഐസ് വന്ന് വീഴുന്ന ഒരു അനുഭൂതിയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനമാകാം താപനില തുടർച്ചയായി -, ഡിഗ്രിയിൽ തുടരുന്നതിന് കാരണം. മഞ്ഞുവീഴ്ചയും തണുപ്പും അധികരിച്ചതോടെ മൂന്നാർ, ദേവികുളം മേഖലകളിലെ എസ്റ്റേറ്റുകളിൽ 100 കണക്കിന് തേയിലച്ചെടികളാണ് കരിഞ്ഞു നശിച്ചത്.
ഇടുക്കിയിൽ നിന്ന് സമീർ വഴങ്ങോട്. CPIM നേതൃത്വത്തിൽ ജിഷ്ണു പ്രണോയ് അനുസ്മരണം ജന്മനാടായ നാദാപുരം വളയത്ത് നടന്നു. രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജിഷ്ണു കേസിനെ എല്ലാ വിധത്തിലും CPIMനെതിരെ ഉപയോഗിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് വിരോധികൾ ശ്രമിച്ചതെന്ന് P. മോഹനൻ പറഞ്ഞു. കേരളം കലാപഭൂമിയാക്കി മാറ്റുന്നവരെ തിരിച്ചറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വളയം പൂവംവയലിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ജിഷ്ണുവിന്റെ അച്ഛൻ അശോകൻ, CPIM നേതാക്കളായ PP ചാത്തു, AT വത്സൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കോതമംഗലം ചെറിയ പള്ളി തർക്കത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കേന്ദ്രസേനയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് റംബാൻ തോമസ് പോൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച കോടതി പ്രശ്നത്തിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചിരുന്നു. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വം ആണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. നിയമം നടപ്പാക്കാൻ പോലീസിന് സാധിക്കാത്തതിനാൽ കേന്ദ്രസേനയുടെ സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് റംബാൻ തോമസ് പോൾ ഹർജി നൽകിയത്. സ്ത്രീകൾ പടുത്തുയർത്തിയ ആദ്യ വീടിന്റെ താക്കോൽദാനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. കോഴിക്കോട് കുടുംബശ്രീയുടെ പിങ്ക് ലാഡർ ആദ്യമായി നിർമ്മിച്ച വീടാണ് കരുവശ്ശേരി സ്വദേശി നന്ദിനിക്ക് കൈമാറിയത്. പെൺകരുത്തിൽ പണിതെടുത്ത വീടാണിത്. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ CDSന്റെ കീഴിൽ രൂപം കൊടുത്ത കെട്ടിട നിർമ്മാണ യൂണിറ്റായ പിങ്ക് ലാഡറാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 15 സ്ത്രീകൾ ചേർന്നാണ് വീടിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കരുവശ്ശേരിയിലെ 68-കാരൻ നന്ദിനിക്ക് ഇനി ഈ തണലിലാണ് ജീവിതം. തന്റെ സ്നേഹവും സന്തോഷവുമാണ് ഇവർക്ക് പറയാനുള്ളത്. തകർന്നു വീഴാറായ വീട്ടിൽ നിന്നും ഇനി പെൺകരുത്തിൽ പണിതു തീർത്ത വീട്ടിലേക്ക്. വീട് തന്നതിൽ വലിയ സന്തോഷം. ഓടിട്ട വീടയിനി അപ്പൊ പൊളിഞ്ഞു കുട്ടീനി. അപ്പോഴൊക്കെ മാറ്റം ചെയ്ത് എല്ലാവർക്കും നന്ദി. മന്ത്രി AK ശശീന്ദ്രനാണ് താക്കോൽദാനം നിർവഹിച്ചത്. 400 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട് 53 ദിവസം എടുത്താണ് നിർമ്മിച്ചത്. സൗജന്യ സോളാർ വൈദ്യുതീകരണവും വീട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിങ്ക് ലാഡർ ജില്ലയിൽ 2 വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് പുനർസംഘടനാ ചർച്ചകൾ വേഗത്തിലാക്കുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇന്ന് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. മുൻവർഷത്തേക്കാൾ ഭാരവാഹികളുടെ എണ്ണത്തിൽ കുറവ് വരുത്താനാണ് സാധ്യത. ഭാരവാഹികളെ പരമാവധി കുറയ്ക്കാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. എന്നാൽ ഭാരവാഹികളെ കുറയ്ക്കുമെന്നുള്ള കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടാക്കിയിട്ടുണ്ട്. ഭാരവാഹികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംഘടനയെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അത്യാവശ്യം. എന്നാൽ മത സാമുദായിക സാധ്യതകളും ഗ്രൂപ്പ് സമവാക്യവുമില്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നേതാക്കളെ പരിഗണിക്കാൻ വേണ്ടി ഗ്രൂപ്പ് തലത്തിൽ ചരടുവലികൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ശൂരനാട് രാജശേഖരൻ, തമ്പാനൂർ രവി, മുൻ DCC പ്രസിഡന്റുമാരായ K. സുരേന്ദ്രൻ, മുഹമ്മദ് കുഞ്ഞി, റോയ് K. പൗലോസ് എന്നിവരുടെ പേരുകൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നു. ഡീൻ കുര്യാക്കോസ്, CR മഹേഷ് തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളും സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പരിചയ സമ്പത്തും യുവത്വവും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് രാഹുൽ ഗാന്ധിയുടെ ശ്രമം. എന്നാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്ക് കേന്ദ്ര നേതൃത്വത്തിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. കലാരംഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒരു പുരസ്കാരമായിട്ടാണ് നിശാഗന്ധി പുരസ്കാരം കണക്കാക്കപ്പെടുന്നത്. ഈ വർഷത്തെ നിശാഗന്ധി പുരസ്കാരത്തിന് അർഹമായിട്ടുള്ളത് പ്രശസ്ത മോഹിനിയാട്ട വിദുഷിയായ കലാമണ്ഡലം ക്ഷേമാവതിയാണ്. നർത്തകി എന്ന നിലയിലും അധ്യാപിക എന്ന നിലയിലും മോഹിനിയാട്ടത്തിന് അവർ നൽകിയ വിലപ്പെട്ട സംഭാവനകൾ കണക്കിലെടുത്താണ് നിശാഗന്ധി പുരസ്കാരം 2019 കലാമണ്ഡലം ക്ഷേമാവതിക്ക് സമ്മാനിക്കുന്നത്. 1.5 ലക്ഷം രൂപയും ഭരതമുനിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് നിശാഗന്ധി പുരസ്കാരം. പുരസ്കാര സമിതിയുടെ അധ്യക്ഷൻ മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായിട്ടുള്ള ശ്രീ K. ജയകുമാറായിരുന്നു. ശ്രീ പ്രമോദ് പയ്യന്നൂർ, ശ്രീമതി ഗിരിജാചന്ദ്രൻ, ടൂറിസം സെക്രട്ടറി, ടൂറിസം ഡയറക്ടർ ഇവരടങ്ങുന്നതായിട്ടുള്ള സമിതിയാണ് ശ്രീമതി കലാമണ്ഡലം ക്ഷേമാവതിക്ക്
നിശാഗന്ധി പുരസ്കാരം 2019 സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. ഇന്നിപ്പോൾ ഈ സമ്മേളനം ചേരുന്നത് പുഷ്പോത്സവത്തെ സംബന്ധിച്ച് വസന്തോത്സവം എന്നുള്ള പേരിൽ കഴിഞ്ഞ വർഷം മുതൽ ടൂറിസം വകുപ്പ് നടത്തി വരുന്നതായിട്ടുള്ള ഈ വസന്തോത്സവത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. ജനുവരി മാസത്തിൽ നമ്മുടെ തലസ്ഥാന നഗരിയിൽ വെച്ച് ചേർന്ന ലോക കേരള സഭയോട് അനുബന്ധിച്ചാണ് വസന്തോത്സവം എന്ന പേരിൽ പുഷ്പഫല സസ്യ പ്രദർശനം ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ തുടങ്ങിയത്. വളരെ കുറച്ച് സമയമേ അന്ന് വസന്തോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും വളരെയേറെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു മേളയായിട്ടത് മാറുകയാണ് ഉണ്ടായത്. പതിനായിരങ്ങളെയാണ് കനകക്കുന്നിലും പരിസരത്തുമൊക്കെ നടന്നതായിട്ടുള്ള പുഷ്പഫല സസ്യ പ്രദർശന മേള ആകർഷിച്ചത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള വർഷങ്ങളിലും ടൂറിസം വകുപ്പിൻ്റെ ഒരു ഉൽപ്പന്നമായി, ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഉൽപ്പന്നമായി ഇത്തരം മേള സംഘടിപ്പിക്കണമെന്ന് അന്ന് തീരുമാനിക്കുകയുണ്ടായി. ഈ വർഷത്തെ വസന്തോത്സവം സംഘടിപ്പിക്കുന്നത് പൂർണ്ണമായിട്ടും സ്പോൺസർഷിപ്പിലൂടെയും സ്റ്റാളുകളുടെ വിൽപ്പനയിലൂടെയും ടിക്കറ്റ് വിറ്റും കിട്ടുന്നതായിട്ടുള്ള പണം ഉപയോഗിച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ വസന്തോത്സവം സംഘടിപ്പിക്കുന്നത്. പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഗവൺമെൻറ് സംഘടിപ്പിക്കുന്നതിന് മന്ത്രിസഭ തന്നെ കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മാറ്റിവെക്കാൻ കഴിയാത്ത ചലച്ചിത്രോത്സവം പോലുള്ള, വസന്തോത്സവം പോലുള്ള അത്തരം ഉത്സവങ്ങൾ സ്പോൺസർഷിപ്പിലൂടെയും മറ്റും സംഘടിപ്പിക്കുന്നത് നന്നാകും എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ പണം ചെലവഴിക്കാതെ അത്തരത്തിൽ ഈ രംഗത്ത് താല്പര്യമുള്ള വ്യക്തികളെല്ലാം കൂടെ അവരുടെ സഹകരണത്തോടുകൂടി ഇങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മേളയുടെ നടത്തിപ്പ് പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ടിക്കറ്റ് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുകയുടെ 10% മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ വസന്തോത്സവം ആരംഭിക്കുന്നത് ജനുവരി 11 തീയതിയാണ്. ഔപചാരികമായ ഉദ്ഘാടനം ജനുവരി 11 വൈകുന്നേരം 5 മണിക്ക് കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുൻവശം ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും. ടൂറിസം മന്ത്രി അധ്യക്ഷത വഹിക്കും. സെക്രട്ടേറിയറ്റ്, മ്യൂസിയം, മൃഗശാല, കാർഷിക കോളേജ്, ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, കേരള വനഗവേഷണ കേന്ദ്രം, കിർത്താഡ്സ്, നിയമസഭാ മന്ദിരം, കേരള സർവകലാശാല ബോട്ടണി വിഭാഗം, പൂജപ്പുര ആയുർവേദ ഗവേഷണ കേന്ദ്രം തുടങ്ങി 12ഓളം സ്ഥാപനങ്ങളും 10ഓളം നഴ്സറികളും നിരവധി വ്യക്തികളും ഈ പുഷ്പഫല സസ്യ പ്രദർശനത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്. ധാരാളം സവിശേഷതകൾ ഈ വസന്തോത്സവത്തിലുണ്ടാകും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിംപീഡിയം ചെടികളുടെ പ്രദർശനം, പൂനെയിൽ നിന്നുള്ള കാർണേഷൻ ചെടികൾ, അഡീനിയം ചെടികളുടെ ശേഖരം, ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരുക്കുന്ന വനക്കാഴ്ചകൾ, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ തയ്യാറാക്കുന്ന ജലസസ്യങ്ങൾ, ടെറേറിയം എന്നിവയുടെ അപൂർവ കാഴ്ചകൾ,
കിർത്താഡ്സ് ഒരുക്കുന്ന വംശീയ പാരമ്പര്യ വൈദ്യ സ്റ്റാളുകൾ, ഗോത്രവർഗക്കാരുടെ തനത് ഭക്ഷ്യവിഭവങ്ങൾ, ഔഷധ സസ്യശേഖരം, ജൈവ വൈവിധ്യ സംരക്ഷണം, വനസംരക്ഷണം, വന്യജീവി സംരക്ഷണം, ഇവയ്ക്ക് പ്രാധാന്യം നൽകുന്ന വനം വകുപ്പിൻ്റെ കാടിൻ്റെ പുനഃസൃഷ്ടി, വന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്ന വനശ്രീ സ്റ്റാൾ, ഹോർട്ടികോർപ്പിൻ്റെ തേൻകൂട്, കാർഷികോൽപ്പന്നങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനമൊരുക്കുന്ന സംസ്ഥാന കൃഷി വകുപ്പ് സ്റ്റാളുകൾ, ഇതെല്ലാം ഈ വർഷത്തെ വസന്തോത്സവത്തിൻ്റെ സവിശേഷതകളായിരിക്കും. 10,000-ലധികം പൂച്ചെടികളുടെ ശേഖരമുണ്ടാകും എന്നാണ് കരുതുന്നത്. മത്സര വിഭാഗത്തിൽ വരുന്ന ചെടികൾക്ക് പുറമെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കുന്ന 10,000-ലധികം പൂച്ചെടികളുടെ ശേഖരവും വസന്തോത്സവത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കും. വിവിധ പുഷ്പാലങ്കാര മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഭക്ഷ്യമേളയും സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിവിധതരം ജ്യൂസുകൾ, മധുരപലഹാരങ്ങൾ, ഉത്തരേന്ത്യൻ വിഭവങ്ങൾ, സൗത്ത് ഇന്ത്യൻ വിഭവങ്ങൾ, മലബാർ കുട്ടനാടൻ വിഭവങ്ങൾ, KTDC ഒരുക്കുന്ന രാമശ്ശേരി ഇഡ്ഡലിമേള, ഇങ്ങനെ സൂര്യകാന്തിയിൽ ഭക്ഷ്യമേളയും കൂടാതെ വിവിധ നഴ്സറികളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഉണ്ടായിരിക്കും. സർക്കാർ സ്റ്റാളുകൾക്ക് പുറമെ വ്യാപാര സംബന്ധമായ സ്റ്റാളുകളും സർഗാലയുടെ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ പ്രത്യേക സ്റ്റാളും ഈ പ്രാവശ്യത്തെ പ്രത്യേകതയായിരിക്കും. മേളയിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായിട്ടും ടിക്കറ്റ് മുഖേന നിയന്ത്രിക്കും. 5 വയസ്സിന് താഴെ സൗജന്യമാണ്. 12 വയസ്സ് വരെ ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 12 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് 50 രൂപയാണ് നിരക്ക്. പരമാവധി 50 പേരടങ്ങുന്ന സ്കൂൾ കുട്ടികളുടെ സംഘത്തിന് 500 രൂപ നൽകിയാൽ മതിയാകും. ടിക്കറ്റുകൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ നഗരത്തിലെ 9 ശാഖകൾ വഴി ജനുവരി 9 മുതൽ ലഭിക്കും. കനകക്കുന്ന് പ്രധാന കവാടത്തിനടുത്തായി 10ഓളം ടിക്കറ്റ് കൗണ്ടറുകൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ജനുവരി 11 മുതൽ 20 വരെ പ്രവർത്തിക്കും. രാവിലെ 10 മുതൽ രാത്രി 8 മണി വരെയാണ് മേളയിലേക്കുള്ള പ്രവേശനം. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ CCTV ക്യാമറ ഉൾപ്പെടെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ കനകക്കുന്നിലും സൂര്യകാന്തിയിലുമായി ഒരുക്കുന്നുണ്ട്. ഇങ്ങനെ തലസ്ഥാന നഗരിക്ക് വർണ്ണ വൈവിധ്യങ്ങളുടെ പൂക്കാലമൊരുക്കി വസന്തോത്സവം 2019 അണിഞ്ഞൊരുങ്ങുകയാണ്. ദേവസ്വം ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ വർഷത്തെ നിശാഗന്ധി പുരസ്കാരം കലാമണ്ഡലം ക്ഷേമാവതിക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം വരാൻ പോകുന്ന പുഷ്പോത്സവത്തിനെ കുറിച്ചുകൂടി അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. ഇടവേള. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ബുദ്ധിയുള്ള ജനങ്ങൾ ശബരിമലയിൽ യുവതികൾ കയറണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര വ്യക്തമാക്കി. സംസ്ഥാന നേതാക്കൾക്കെതിരെ സോണിയാഗാന്ധിക്കും മുല്ലപ്പള്ളിക്കും ശേഷം പവൻ ഖേര കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള സംസ്ഥാന തലത്തിന്റെ പ്രവർത്തനം ഹൈക്കമാൻഡിന് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ നിലപാടുകളിലൂടെ വ്യക്തമാകുന്നത്. ബുദ്ധിയുള്ള ജനങ്ങൾ ശബരിമലയിൽ യുവതികൾ കയറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് അനുകൂലമായാണ് സുപ്രീം കോടതി വിധിയെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേര വ്യക്തമാക്കി. We are a national party. India as an ancient civilization is evolving, ever evolving civilization. There are practices. In the past, they were justified for some reasons. The educated people of India, the intelligently, they want to change and evolve, and they want entry of women in Sabrimala. Here, the Honorable Supreme Court has also given a favorable judgment. അതേസമയം ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നത് തടയാൻ ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന ആവശ്യം ഉന്നയിക്കരുതെന്ന് KPCCക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ്. ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ അവകാശത്തിനും വേണ്ടിയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത് എന്നതിനാൽ ഓർഡിനൻസ് ആവശ്യം ഉന്നയിക്കരുതെന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ഓർഡിനൻസിനായി KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള കേരളത്തിലെ 7 UDF MPമാരാണ് സജീവമായി രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല വിഷയത്തിൽ NK പ്രേമചന്ദ്രനെ തള്ളി RSP കേന്ദ്ര നേതൃത്വം. RSP സുപ്രീം കോടതി വിധിക്കും ലിംഗനീതിക്കും ഒപ്പം ആണെന്ന്
ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി അറിയിച്ചു. ശബരിമല വിഷയം നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കണമെന്ന NK പ്രേമചന്ദ്രന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കാൻ ദേശീയ നേതൃത്വം തയ്യാറായില്ല. ശബരിമല വിഷയം കൈകാര്യം ചെയ്തതിലെ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടാകുമെന്നും ക്ഷിതി ഗോസ്വാമി പ്രതികരിച്ചു. സുപ്രീം കോടതി വിധിക്കും ലിംഗനീതിക്കൊപ്പവുമാണ് RSP എന്നാണ് ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കിയത്. ഈ നിലപാടുള്ള പാർട്ടിയുടെ കേരളത്തിലെ MP-യായ NK പ്രേമചന്ദ്രനാണ് സുപ്രീം കോടതി വിധി മറികടക്കാനും ലിംഗനീതിയെ ഇല്ലാതാക്കാനും UDF നടത്തുന്ന ശ്രമങ്ങളുടെ മുൻനിരയിലുള്ളത്. സുപ്രീം കോടതി വിധി മറികടക്കാൻ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യമാണ് NK പ്രേമചന്ദ്രൻ ഉന്നയിക്കുന്നത്. എന്നാൽ പ്രേമചന്ദ്രന്റെ ഈ നിലപാടിനെ പിന്തുണയ്ക്കാൻ RSP ദേശീയ നേതൃത്വം തയ്യാറല്ല. ശബരിമല വിഷയം ചർച്ചകളിലൂടെയാണ് പരിഹരിക്കേണ്ടതെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. By discussion, everything can be solved by discussion. So both the sides should come and discuss it as some sort of compromise, some sort of should be adopted there, and this problem can be solved by them, not by these clashes and etc. വിരമിച്ച ജഡ്ജിമാരുൾപ്പെടെ പങ്കെടുത്ത് ചർച്ച നടത്തുന്നത് ഉൾപ്പെടെയുള്ള സാധ്യതകൾ പ്രശ്നപരിഹാരത്തിനായി തേടണമെന്നും ദേശീയ നേതൃത്വം പറയുന്നു. ഈ നിലപാട് ദേശീയ നേതൃത്വം ഉയർത്തിപ്പിടിക്കവെയാണ് UDF-ന്റെ രാഷ്ട്രീയ ചട്ടുകമായുള്ള NK പ്രേമചന്ദ്രന്റെ പിന്തിരിപ്പൻ ആവശ്യങ്ങൾ. ശബരിമല വിഷയം കൈകാര്യം ചെയ്തതിലെ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉണ്ടാകുമെന്നും ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കി. ഏതായാലും NK പ്രേമചന്ദ്രന്റെ ശബരിമല വിഷയത്തിലെ നിലപാടോടെ കോൺഗ്രസിന് പിന്നാലെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വ്യത്യസ്ത അഭിപ്രായമുള്ള പാർട്ടിയെന്ന ഗതികേടിലേക്ക് RSPക്കും മാറേണ്ടി വന്നിരിക്കുകയാണ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാന വാർത്തയിലേക്ക് കൂടി. സ്ത്രീവിരുദ്ധ നയങ്ങൾക്കെതിരെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ ദേശീയ മഹിളാ ഫെഡറേഷൻ നേതാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ക്രൂരമായ മർദ്ദനം ഉണ്ടായതായി കൂടി വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ദില്ലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട് ഇപ്പോൾ ഹരീഷ്, എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ആനന്ദ്, ഇന്ന് നിമിഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീവിരുദ്ധ നയങ്ങളും അതുപോലെ തന്നെ വനിതാ സംരക്ഷണ ബിൽ ഉടൻ പാസ്സാക്കുക എന്നുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ NFI ദേശീയ മഹിളാ ഫെഡറേഷൻ ദില്ലിയിലെ പാർലമെന്റിലേക്ക് അകത്ത് മുന്നിലേക്ക് ഒരു പ്രതിഷേധ പ്രകടന മാർച്ച് സംഘടിപ്പിച്ചത്. എന്നാൽ ആ മേഖലയ്ക്ക് തന്നെ പാർലമെന്റ് അകത്തേക്കുള്ള ആ ഭാഗം തന്നെ ഒരു തരത്തിലുള്ള പ്രവേശനമില്ല. അവിടെ കൂട്ടമായി നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. മീഡിയത്തിന് മാത്രമായി ഒരു ഭാഗത്ത് മാറി നിൽക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷെ എന്നാൽ ആ ഭാഗത്തേക്ക് തന്നെ ശക്തമായ രീതിയിലുള്ള ഒരു മാർച്ച് സംഘടിപ്പിക്കുകയായിരുന്നു NFIW നടത്തിയ മാർച്ചിൽ തന്നെ അവരെ ഉടനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അറസ്റ്റ് ചെയ്ത് അവരെ ഇപ്പോൾ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവർ ഇപ്പോൾ പാർലമെന്റ് പോലീസ് സ്റ്റേഷൻ അകത്താണുള്ളത്. അവരുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ പ്രധാനമായും കേന്ദ്ര സർക്കാരിന്റെ വനിതാ സംരക്ഷണ ബിൽ പാസ്സാക്കുക, സർക്കാർ എന്തായാലും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ വേണ്ട ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനെല്ലാത്തിനും എതിരെയായിരുന്നു NFIW എന്തായാലും മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചിൽ തന്നെ ആനിരാജ് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യുന്ന നമ്മുടെ വിഷയം നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആനിരാജ് അടക്കമുള്ള സ്ത്രീകളെ പുരുഷ പോലീസ് ഉദ്യോഗസ്ഥരാണ് അവരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിട്ടും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ അറസ്റ്റ് ചെയ്ത് ഉള്ളോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും എന്നാൽ പെട്ടെന്ന് തന്നെ പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ആനിരാജ് അടക്കമുള്ള നേതാക്കളെ ആക്രമിക്കുന്നു. കാല് കൈയടക്കമുള്ള ശരീരഭാഗങ്ങളെല്ലാം തന്നെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും അത് ശരിയായ നടപടിയല്ല. കാരണം ഒരു പാർലമെന്റ് അകത്തേക്ക് മാർച്ച് നടത്തുക എന്നുള്ള കാര്യം വിഷയത്തിൽ അത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ത്രീയെ ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല എന്നത് ശരിയായ വസ്തു തന്നെയാണ്. പക്ഷെ എന്തായാലും സ്ത്രീകൾക്കെതിരെ ശക്തമായ രീതിയിലാണ് പോലീസ് അതിക്രമം നടത്തിയിരിക്കുന്നത്. എന്തായാലും പാർലമെന്റിലെ പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ മാറ്റിയിരിക്കുന്നു. അതിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നിലവിൽ സ്ത്രീവിരുദ്ധ നയങ്ങൾക്കെതിരെ തന്നെയായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. പാർലമെന്റ് ശീതകാല സമ്മേളനം നാളെ അവസാനിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ ഒരു തരത്തിൽ സംവരണ ബില്ലൊന്നും തന്നെ പാസ്സാവാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ എന്തായാലും അതിനെതിരെ തന്നെയാണ് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാരണം പാർലമെന്റ് സെക്ഷൻ ശീതകാല സമ്മേളനത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ സംഘടിപ്പിച്ചിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ള സമയങ്ങളിൽ എന്തായാലും റഫേൽ വിഷയം അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ കാരണം സഭ പിരിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ സ്ഥാപനമായ ഭരണഘടനാ അടിസ്ഥാനത്തിൽ തന്നെ ഒരു സേവനങ്ങളും രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം കഴിഞ്ഞ പാർലമെന്റ് സെക്ഷൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ചേർന്നത്. ഈ പാർലമെന്റ് സെക്ഷൻ മണിക്കൂറുകൾ മാത്രമാണ് ചേർന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ പാർലമെന്റ് അവസാനിക്കുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ സാഹചര്യത്തിലായിരുന്നു ദേശീയ മഹിളാ ഫെഡറേഷൻ ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചിലാണ് സംഘർഷം ഉണ്ടായത്. എന്തായാലും അവരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ അകത്താണ്. അത് അറസ്റ്റ് ചെയ്ത് അവരെ നീക്കിയിരിക്കുകയാണ്. അതുപോലെ ക്രൂരമായി തന്നെ അവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആനന്ദ്, ഹരീഷ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് വനിതാ ബിൽ അടക്കമുള്ള പ്രാധാന്യമർഹിക്കുന്ന സ്ത്രീപക്ഷ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിന്റെ കൂടി മാർച്ചായിട്ട് ഇതിനെ വിലയിരുത്തേണ്ടി വരും. ആനിരാജ് അടക്കമുള്ളവർ ഇപ്പോൾ അറസ്റ്റിലുമാണ്.
ഒരു പ്രകോപനങ്ങളൊന്നുമില്ലാതെ അവർ കുത്തിയിരിക്കാൻ അനുവദിക്കില്ല, പാർലമെന്റിലെ മുന്നിലേക്ക് പ്രതിഷേധം അറിയിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാട് പോലീസ് തന്നെ ആദ്യഘട്ടത്തിൽ കൈക്കൊള്ളുന്നതാണോ കണ്ടത് അവിടെ? അത് നിലവിലെ സാഹചര്യത്തിൽ പാർലമെന്റിലേക്ക് അന്ന് നടന്ന മറ്റു ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം പാർലമെന്റിന്റെ ഭാഗത്ത് തന്നെ പ്രൊട്ടസ്റ്റും അതുപോലെ തന്നെ ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പാർലമെന്റ് സ്ട്രീറ്റിലാണ് സാധാരണ പാർലമെന്റിലേക്കുള്ള മാർച്ചും മറ്റു പരിപാടിയും സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഇങ്ങനെ കാരണം കേന്ദ്ര സർക്കാർ ഇത്രയും നെറികെട്ട നയങ്ങൾക്കെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാർലമെന്റ് അകത്തുള്ള പ്രധാന റൂട്ടിലേക്ക് അവർ കയറി ചെന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ അവർ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ പ്ലക്കാർഡുകളുമായി മുന്നോട്ട് വന്നു. പക്ഷെ ആ പ്ലക്കാർഡുകളെല്ലാം തന്നെ വലിച്ചു കീറുകയും അവരെ ക്രൂരമായി സ്ത്രീകളാണെന്ന് കണക്കെടുക്കാതെ തന്നെ രീതിയിലാണ് കാര്യങ്ങൾ പോലും. ഒരു സ്ത്രീ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ട് കൂടി തന്നെ പുരുഷ ഉദ്യോഗസ്ഥർ അവരെ വലിച്ചു കയറ്റുന്നു, വണ്ടിയിലേക്ക് വലിച്ചു കയറ്റുന്നു. അതിനുശേഷം വണ്ടി വലിച്ചു കയറ്റിയതിനു ശേഷം തന്നെ അതുപോലെ മറ്റു ശരീരഭാഗങ്ങളിലെല്ലാം തന്നെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ വിഷ്വൽ വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. എന്നാലും വനിതാ സംവരണ ബില്ല് അതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെയുള്ള സ്ത്രീകളുടെ വിഷയം, കാരണം സ്ത്രീ പീഡനം ഏറ്റവും കൂടുതൽ ഉണ്ടായ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 2016 ശേഷം നാഷണൽ ആ റിപ്പോർട്ടുകൾ, അതായത് സ്ത്രീ പീഡനം, അതുപോലെ തന്നെ കുട്ടികൾ ഗാർഹികമായി പീഡിപ്പിച്ച കണക്കുകൾ, അതുപോലെ തന്നെ കർഷകരുടെ ആത്മഹത്യ, അങ്ങനെ എന്നിവ ഒരു കണക്കുകളും തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പക്കലില്ല. 2016 ശേഷം ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. കാരണം നമുക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അത്. കാരണം NCRWയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമല്ല. അപ്പോൾ എല്ലാ തരത്തിലും മോദി സർക്കാരിന് വ്യക്തമായ ബോധ്യമുണ്ട്, നിലവിൽ ഭരണം പരാജയം ഉണ്ടായിരിക്കുമെന്ന ബോധ്യമുണ്ട്. രാജ്യത്തൊക്കെ പല സ്ഥലങ്ങളിലും പീഡനം ഉണ്ടായിരുന്നു. കസ്തൂയും ഉന്നാവയും അടക്കമുള്ള പല സംഭവങ്ങളും ഈ 2018 നടന്നത്, മോദി സർക്കാരിന്റെ കാലത്താണ് നടന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ, സ്ത്രീ പീഡനം അടക്കമുള്ള വിഷയങ്ങൾ, സുരക്ഷയില്ലാത്ത വിഷയങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകളുടെ സംവരണ ബില്ല് എന്നിവയുടെ പ്രധാന ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. ആ മാർച്ചിലാണ് സംഘർഷം ഉണ്ടായത്. അത് 10ഓളം പേര് മാത്രമേ മാർച്ചിൽ പങ്കെടുത്തിരുന്നു. ആ 10ഓളം പേരെ തന്നെ ഒരുവിധം ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും പാർലമെന്റ് പോലീസ് സ്റ്റേഷൻ നടത്താണ് ആനിരാജ് അടക്കമുള്ള ദേശീയ നേതാക്കളുള്ളത്. ശരി ഹരീഷ്, ഏതായാലും വ്യക്തമാണ് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ മഹിളാ ഫെഡറേഷൻ നേതാക്കൾ ഇപ്പോൾ അറസ്റ്റിലാണ്. ആനിരാജ് അടക്കമുള്ള 10ഓളം നേതൃത്വമാണ് ഇപ്പോൾ പാർലമെന്റിന്റെ സ്റ്റേഷനിൽ ഉള്ളത് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. സ്ത്രീ വിരുദ്ധ നിലപാടുകൾക്കെതിരെയും വനിതാ ബിൽ പാസ്സാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ മാർച്ച് നടന്നത്. പോലീസ് തടഞ്ഞ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു.